ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു ക്രിസ്മസ് ഡേ ആണ്. അപ്പോൾ 2015 അങ്ങനെ അവസാനിക്കാൻ പോവാന്നൊക്കെ ചിന്തിക്കാൻ വയ്യ. കാരണം ഇപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞത് പെട്ടെന്നാണ് പോകുന്നത്. ഇപ്പം പെട്ടെന്നല്ല, പെട്ടെന്നിനെ കാട്ടിയൊരു വേറൊരു വേർഡ്, അതിലും സ്പീഡ് എന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ അതാണ് ഉപയോഗിക്കേണ്ടത്. എൻ്റെ ബെഡ്ഷീറ്റ് വിരിക്കാനുള്ള സ്കില്ലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സ്കില്ലാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. എന്താണ് കണ്ടോ. അപ്പം ഈ സ്കില്ല് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലിട്ടുകൊണ്ട് നിങ്ങൾ ഇത്രയെങ്കിലും കണ്ടു. എൻ്റെ ക്ഷമ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ എത്ര നേരം കൊണ്ടത് കറക്റ്റായിട്ട് വിരിക്കാൻ നോക്കുമെന്ന് അറിയുമ്പോൾ ശരിയാവുന്നില്ല. പിന്നെ കയറി ഇരുന്നും കിടന്നുമൊക്കെ ഞാനങ്ങ് വിരിക്കും. ഞാനൊരു 3 ഉടുപ്പ് 3 പാൻറ്റും ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം തണുപ്പ് അത്രയ്ക്ക് അതികഠിനമാണ്. അപ്പോൾ അങ്ങനെ ക്രിസ്മസ് ഡേ ഞാനൊന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പം ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ആർക്കും പോകണ്ട, അറിയാലോ വൈകിക്ക് വേണ്ട ഹോളിഡേയ്സൊക്കെ തുടങ്ങി. വിച്ചുവിന് ഇന്ന് ലീവാണ് ബിക്കോസ് ഓഫ് ദ December 25th ക്രിസ്മസ്. അപ്പം ഇന്ത്യ മൊത്തം ലീവാണ്, അതുകൊണ്ട് ഇന്ന് അവധിയാണ് കേട്ടോ. ഇന്ന് എന്തായാലും ഫോഗൊക്കെ കുറച്ച് കുറവാണ്. പുറത്തോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, വളരെ കുറവാണ്, കുറച്ച് കുറവാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നത്തെ പോലെ അത്രയ്ക്ക് ചായയൊക്കെ കുടിച്ചിട്ട് തുടങ്ങി. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടെ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മേരി ക്രിസ്മസ്. ഇവിടെ രാവിലെ കുളിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൈയും കാലുമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ വന്നിട്ട് ഉച്ചയ്ക്ക് എങ്ങാനായിരിക്കും കുളിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി പാചകമൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്നേ. അപ്പോൾ അങ്ങനെ ഞാൻ പോയി പെട്ടെന്ന് ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടികളാണ്. എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഉരുട്ടി കുഴച്ചൊരു കേക്ക് ഉണ്ടാക്കി. പക്ഷെ നല്ല കേക്കായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് ഇനി നെക്സ്റ്റ് ട്രൈയിൽ ഞാൻ കുറച്ചുകൂടെ സക്സസ് ആകുമെന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ഇതെനിക്കിഷ്ടപ്പെട്ടു, നല്ല കേക്കായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഐസിങ്ങൊക്കെ ചെയ്തൊരു കേക്ക് ഉണ്ടാക്കി. ഞാനിതെല്ലാം സെറ്റാക്കും. അതൊക്കെ കഴിഞ്ഞ് രാവിലെ വൈകിട്ട് പാൻ കേക്ക് മതി എന്ന് പറഞ്ഞു. ഭയങ്കര ഇഷ്ടമാണ് പാൻ കേക്ക്. ഹെൽത്തിയും കൂടെയാണ് കേട്ടോ പാൻ കേക്ക്. കുട്ടികൾക്ക് കൊടുക്കാൻ ഇതിലും ഹെൽത്തി ആയിട്ടൊരു സംഭവമില്ല. ഞാൻ അതിന് വീറ്റ് ഫ്ലോറാണ് ചേർക്കുന്നത്, മൈദ ചേർക്കാറേ ഇല്ല. അവർക്കതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. മൈദ ചേർക്കാറില്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ ഹെൽത്തിയാണ്. പഴം, പാല്, ഇതുപോലെ മൈദ ഗോതമ്പ്, പിന്നെ മുട്ട, പിന്നെ കുറച്ച് വേണമെങ്കിൽ സോഡാപ്പൊടി, പിന്നെ പഞ്ചസാര ഒന്നും ചേർക്കണ്ട, അതിന് പകരം ഹണി ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കാണെങ്കിൽ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ആൽമണ്ട് മിൽക്ക്, അതുണ്ടെങ്കിൽ അതും ചേർക്കും. അതും നല്ലതാണ് കേട്ടോ. ഇത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമില്ല, പക്ഷേ ഇതവൾ ആസ്വദിച്ച് കഴിച്ചോളും, സന്തോഷമായിട്ട് കഴിച്ചോളും. തിരിച്ചിട്ടു. സ്മോൾ പാൻ കേക്ക് ഉണ്ടോ ഒന്ന് കാണിച്ചപ്പോൾ ഹെൽത്തി പാൻ കേക്ക് റെഡി. ഹെൽത്തി കുട്ടാ. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഈ പറയുന്ന പോലെ പാലും ബട്ടറും ഒക്കെ ഒരുപാട് ചേരുന്നുണ്ട്. ഞാനങ്ങനെ കഴിക്കാറില്ല, പക്ഷെ എന്നാലും ഇന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തോന്നി കേട്ടോ. വൈകിട്ട് ഭയങ്കര ഇഷ്ടം. നമ്മൾ എത്ര കൊടുത്താലും എപ്പോൾ കൊടുത്താലും കഴിച്ചോളൂ കേട്ടോ പാൻ കേക്ക്. നമുക്ക് ഈ പറയുന്ന പോലെ ഹെൽത്തി ഓപ്ഷനാണ്, വീട്ടിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് എൻ്റെ കേക്ക് സെറ്റായി റെഡിയായി. ഇടയ്ക്ക് അവിടെ ഞാൻ കുത്തിയോണ്ട് മറ്റേ വെന്തോന്ന് നോക്കാൻ കുത്തിയതാട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ പൊങ്ങി വന്നിട്ട് അവിടെ ഇരുന്നും വെന്തു. നമ്മുടെ കേക്ക് അങ്ങനെ ഒരു കുരുത്തക്കേടൊന്നും കാണിച്ചില്ല, വെന്തു. എവിടെ ഇരുന്നും നമ്മൾ വീഴും, അവിടെ ഇരുന്നും വെന്തു. എന്നാലും നമുക്ക് സെറ്റായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഞാൻ ഫോട്ടോ എടുപ്പായിരുന്നു, ഇങ്ങോട്ട് വലിയ ഫോട്ടോ എടുക്കും. അപ്പോഴത്തേക്ക് പിന്നെ ലഞ്ചിൻ്റെ സമയമായി. അപ്പോൾ ഞാൻ രാവിലെ ഞങ്ങളെല്ലാം പാൻകേക്ക് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പത്തിന് വെച്ചിട്ടുണ്ടായിരുന്ന മാവ് രാവിലെ ആയപ്പോൾ ഒന്നും പൊളിച്ചിട്ടില്ല. അതുകൊണ്ട് ഉച്ച ഒക്കെ ആയപ്പോഴത്തേക്കാണ് അത് പൊളിച്ചത്. കാരണം അറിയാമല്ലോ ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പവും സ്റ്റൂവും പിന്നെ ബിരിയാണിയാണ് ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പോൾ രാവിലെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് സെറ്റാക്കാം. എന്നിട്ട് അപ്പോഴത്തേക്ക് ഈ സ്റ്റൂ എന്ന് പറയുന്നത് എൻ്റേതായ രീതിയിലുള്ളൊരു സ്റ്റൂ ആണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് റെഡി. ബിരിയാണിയുടെ വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് അതിനും കൂടെ പോയാൽ ഇതൊന്നും ഈ സമയത്തിന് റെഡി ആകത്തില്ലെന്നേ. സോ ഹിയർ വി ഗോ. വി ഹാഡ് അപ്പം ആൻഡ് സ്റ്റൂ, പിന്നെ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ കുഞ്ഞ് ക്രിസ്മസ് കേക്ക്, പിന്നെ ബിരിയാണി, പിന്നെ കുറച്ച് അലങ്കോലപ്പടിക്കും.
ആ കുക്കറിൻ്റെ വിസിൽ നിങ്ങൾ കേട്ടില്ലേ, അത് കഞ്ഞിയാണ് കേട്ടോ. കുഞ്ഞിന് നല്ല വയ്യാഴിക ഉണ്ടായിരുന്നു, ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ചൂട് കഞ്ഞി, അപ്പോൾ അവൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും, അമ്മ എനിക്ക് കഞ്ഞി മതി, ചൂട് കഞ്ഞി മതി. അങ്ങനെ അവൾ അല്ലെങ്കിലും അവളൊരു ബിരിയാണി ഫാനിയല്ല, അവൾക്ക് ബിരിയാണി ഒന്നും ഇഷ്ടമല്ല. പിന്നെ അപ്പവും കറിയും കഴിക്കും. അതിന് രാവിലെ പാൻകേക്ക് കഴിച്ചുകൊണ്ട് വയറ് ഫുള്ളാണ് അവളുടെ. അപ്പമൊക്കെ അവൾ വൈകിട്ട് കഴിച്ചോളാമെന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. അവൾക്ക് കഞ്ഞിയാക്കി കൊടുത്തു. എന്നിട്ട് അവരെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇരുന്നത്. കാരണം എനിക്ക് സമാധാനമായിട്ടിരിക്കണം. വൈകിട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ഇച്ചിരി പീസ്ഫുള്ളാണ് കേട്ടോ. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ബാഹുബലി ഇപ്പം റിലീസ് ചെയ്തില്ലേ, രണ്ടും കൂടെ മിക്സാക്കിയിട്ട് അത് കാണുമായിരുന്നു കേട്ടോ. നല്ല പടമായിരുന്നു. എൻ്റെ ക്യാമറയ്ക്ക് എന്തോ പറ്റി കണ്ടോ, മൊത്തം ബ്ലർ. കുഴപ്പമില്ല, ഞാനതൊന്നും നോക്കാതെ അങ്ങ് എടുക്കുക. അങ്ങനെ ഞങ്ങൾ മൂവിയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഞങ്ങളുടെ പരിപാടികളങ്ങ് തീർത്തു. എന്നാൽ അതിനകത്ത് അങ്ങനെ കാണിച്ചായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഫേക്ക് നെയിൽസ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് വെച്ച് നോക്കിയതാണ്. എനിക്കിഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാൻ. പക്ഷേ ഈ പറയുന്ന പോലെ നമുക്കത് ആഫ്റ്റർ കെയർ എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇതാണ്. അത് നമ്മൾ എന്ത് തന്നെ ചെയ്താലും. അതുകൊണ്ട് ഞാനത് കുറച്ചൊന്ന് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്താടാ, എന്ത് ഡിഫറൻസ് ഉണ്ട്? വൈകി നല്ല ഹൈറ്റ് വെച്ചല്ലേ? വൈകി ഈ മൊമെൻ്റൊക്കെ ഓർമ്മയുണ്ടോ? യോഗ ചെയ്യുന്നുണ്ട്. ഞാൻ ഇച്ചിരി ഫ്ലെക്സിബിലിറ്റി ആഡ് ചെയ്തു. യോഗ ഫ്ലെക്സിബിലിറ്റി ആഡ് ചെയ്ത് അപ്പൊ എന്റെ മോഹം ഇച്ചിരി മാറുന്നു. യോഗയിൽ നീ ഫ്ലെക്സിബിലിറ്റി ആഡ് ചെയ്തോ? അപ്പം നിന്റെ ഉണ്ടപ്പൻ മാറിയോ? ഓ, സോ അതുകൊണ്ടാണോ നിന്റെ ഫേസ് ഒക്കെ ചേഞ്ച് ആയേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഡേ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെ എനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റുള്ളൂ. ഞാൻ ഇടയ്ക്ക് ഇരുന്നിട്ടേ എൻ്റെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പോൾ എനിക്കതൊരു മെമ്മറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചില്ല ലോങ് വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു മിക്കവാറുള്ള ക്ലിപ്സും എടുത്തത്. പിന്നെ ഇടയ്ക്കൊക്കെ അല്ലാതെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ കൊളാഷാക്കി ഒന്ന് ഇടാമെന്ന് വെച്ചു. അതുകൊണ്ട് ഞാൻ മാക്സിമം എടുത്തിട്ടുള്ള വീഡിയോ എല്ലാം കൂടെ ആക്കി ഒന്ന് ഇട്ടതാണ്. പിന്നെ ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ ഹീറ്ററിൻ്റെ മുന്നിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ നിൽക്കുക. അതുകൊണ്ട് നമുക്ക് ഒന്നിനും അങ്ങോട്ട് തോന്നത്തില്ല, അങ്ങ് മടി വരും. എന്നാലും മാക്സിമം ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പം ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കണമെന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്യത്തില്ല എന്നാണ് എൻ്റെ ഒരു എന്നാലേ എടുക്കണം. റെസൊല്യൂഷൻസ് എന്തായാലും എല്ലാ വർഷവും നമ്മൾ എടുക്കുമല്ലോ. അപ്പോൾ ഈ വർഷം ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കും. മെയിൻലി ഒറ്റ കാര്യമായിരിക്കും ഞാൻ എല്ലാ വർഷവും എടുക്കുന്നത്, വെയിറ്റ് ലോസ്. കാരണം വെള്ളം കുടിച്ചാലും വണ്ണം വെക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഞാൻ എൻ്റെ ബോഡി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അമ്മാതിരി വൃത്തികേടാവും. ഇപ്പോൾ അങ്ങനെ ഒരു പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ഫുഡ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് എടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് കൂടെ കൊടുക്കണ്ടേ? പക്ഷെ നമ്മളതൊന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഇനി ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാം എന്നൊരു റെസൊല്യൂഷൻ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കല്ലേ.